AK ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ. ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നിട്ടില്ല എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു ആന്റണിയുടെയും ആവശ്യം. 407 പേജുള്ള റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ മുൻപേ തന്നെ ലഭ്യമായിരുന്നു. TS ഹരികൃഷ്ണ ആ വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, ഇന്നലെയാണ് AK ആന്റണി മുൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ പല സംഭവങ്ങളെക്കുറിച്ചുള്ള സഭയിലുണ്ടായ പരാമർശങ്ങളാണ്. അതിൽ ചില വ്യക്തതകൾ വരുത്തണം എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു പ്രതിരോധം തീർക്കുന്ന സാഹചര്യം ഉണ്ടാക്കാത്തതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം നേരിട്ട് പ്രതിരോധിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം പറഞ്ഞ ആ റിപ്പോർട്ട്, 407 പേജുള്ള റിപ്പോർട്ട് വെബ്സൈറ്റിലുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞതും മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുമായ കാര്യങ്ങളിലെ ചേർത്ത് വയ്ക്കുന്ന വിവരങ്ങൾ എന്താണ് റിപ്പോർട്ടിലുള്ളത്? അതായത് ആന്റണി പറഞ്ഞതുപോലെ തന്നെ ഇത് കോടതിയുടെ സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് അന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ശിവഗിരിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ആന്റണി ഇന്നലെ പറഞ്ഞു വെച്ചത്. അതുതന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം, ശിവഗിരി സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടണം, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ജനങ്ങൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്നാണ് മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് പോലീസിന്റെ ഭാഗത്ത് സംയമനമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ ജനങ്ങൾ അക്രമാസക്തമായപ്പോൾ പോലീസ് നടപടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ റിപ്പോർട്ടിൽ അഭിനന്ദിക്കുന്നുമുണ്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, അന്നത്തെ സർക്കാരിനെതിരെ ഒരു വിമർശനം കൂടി ഈ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് അന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിച്ചത് സർക്കാരാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ ആ മധ്യസ്ഥത വഹിച്ച ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചില്ല, അന്നത്തെ സർക്കാരിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു വിമർശനം കൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ അപ്രതീക്ഷിതമായതാണ് AK ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിലിട്ടത്. ഈ നിയമസഭയിൽ അദ്ദേഹത്തിന് മുൻനിർത്തിക്കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിൽ മറുപടി പറയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമുള്ള ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് നമ്മൾ സംസാരിച്ചത്. ശരി ഹരി, ഒന്ന് തുടരുക. നമുക്ക് എന്തായിരുന്നു ആ സംഭവം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിവാദമായ വിഷയം എന്തായിരുന്നു, പോലീസിൻ്റെ നടപടി എന്തായിരുന്നു എന്ന് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. അതായത് ഈ പോലീസ് നടപടി ഉണ്ടാകുന്നത് 1995 ഒക്ടോബർ 11 ശിവഗിരി മഠം തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അതായത് വലിയ മത്സരത്തോടുകൂടി നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ പ്രകാശാനന്ദ ഉൾപ്പെടെ 6 വിമത സന്യാസിമാർക്ക് ജയം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രകാശാനന്ദ ഉൾപ്പെടെ 6 വിമത സന്യാസിമാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ പക്ഷേ ശാശ്വതീകാനന്ദ പക്ഷം അധികാരം കൈമാറാൻ തയ്യാറായില്ല എന്നതാണ് തർക്കത്തിലേക്ക് തുടക്കമിട്ടത്. 1994 ഡിസംബറിൽ പ്രകാശാനന്ദ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തനിക്ക് അധികാരം കൈമാറണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ കോടതിയിലേക്ക് എത്തുമ്പോൾ അധികാര കൈമാറ്റം ഉറപ്പാക്കാൻ കോടതി ഉത്തരവിടുകയാണ്. അതിന് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ സഹായത്തോടുകൂടി മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകാൻ കഴിയൂ. 1995 ഒക്ടോബർ 11 പുലർച്ചെ പോലീസ് ശിവഗിരി മഠത്തിൽ എത്തുകയാണ്, അതായത് പ്രകാശാനന്ദയിലേക്കുള്ള അധികാര കൈമാറ്റം ഉറപ്പിക്കുന്നതിന്. പക്ഷേ ശാശ്വതീകാനന്ദ പക്ഷം ഈ പോലീസിന് നേരെ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അതിലേറ്റവും നിർണായകമായൊരു കാര്യം, ശാശ്വതീകാനന്ദയ്ക്ക് മദനിയും അബ്ദുൽ നാസർ മദനിയും PDPയും പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു എന്നതാണ്. അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് നടപടി സ്വാഭാവികമായിട്ടും പോലീസിന് പ്രതിഷേധത്തെ ചെറുക്കേണ്ടതായി വന്നു. അത് കുറച്ച് സംഘർഷാവസ്ഥയിലേക്ക് പോയി. പോലീസ് നടപടിയിൽ ഏകദേശം 200ഓളം അല്ലെങ്കിൽ 200ലേറെ പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഒപ്പം ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിനും മഠത്തിനുമൊക്കെ ഈ അന്നത്തെ ആ സംഘർഷാവസ്ഥയിൽ കേടുപാടുകൾ സംഭവിച്ചു. അതും വലിയ തോതിൽ പോലീസിനെതിരായ വിമർശനങ്ങൾക്ക്, അല്ലെങ്കിൽ പോലീസ് നടപടി ശരിയായില്ല എന്ന ഒരു വിമർശനത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഹരി നമുക്കൊപ്പം തുടരുന്നത്. ഹരി, ഇതാണ് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അന്ന് ഇടപെടാതിരിക്കാൻ കഴിയുമായിരുന്നു എന്നതൊരു വലിയ ചോദ്യമാണ്. അത്രയും വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വിഷയം ശ്രദ്ധയിലേക്ക് വരുമ്പോൾ എന്താണ് സർക്കാരിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ, ഇപ്പോൾ AK ആന്റണി മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറുള്ളൂ, മറ്റേതെങ്കിലും നേതാക്കൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ?
കോൺഗ്രസിലെ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ AK ആന്റണി തന്നെ സ്വയം പ്രതിരോധവുമായി രംഗത്തെത്തിയപ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റുള്ളവരുടെ പ്രതികരണം തേടുമല്ലോ. അങ്ങനെ K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ K മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് ഇത് AK ആന്റണിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പറയാൻ വേണ്ടി നേരിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ തന്നെ ആന്റണി വാർത്താ സമ്മേളനം തുടങ്ങിയ സമയത്ത് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ട് ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്, അപ്പോൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ എന്നെ മുൻനിർത്തിക്കൊണ്ട് ചില വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതിൽ എനിക്ക് മറുപടി പറയണമെന്ന് സ്വയം തോന്നി. അതുകൊണ്ട് ഞാനൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ജനങ്ങൾ ആ നിജസ്ഥിതി മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF-ലെ തന്നെ മുതിർന്ന നേതാക്കൾ ഇന്നലെ നിയമസഭയിൽ ഈ വിഷയങ്ങളൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയപ്പോൾ ആരും ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വയം പ്രതിരോധവുമായി AK ആന്റണി രംഗത്തെത്തിയത്. പക്ഷേ ഇന്ന് K മുരളീധരൻ പറഞ്ഞത് ആന്റണിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ എന്തൊക്കെ ആയാലും ആന്റണിക്ക് ഒരു ചെറിയൊരു പരിഭവമെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കും ഈ 85-ാം വയസ്സിലും അദ്ദേഹം ഒരു സ്വയം പ്രതിരോധവുമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അന്നത്തെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി വന്നത്. ശരി, TS ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംബന്ധിച്ച റിപ്പോർട്ട് 407 പേജുള്ള റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിലുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ശിവഗിരി മഠത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്, അത് സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. പോലീസിന് അധികാര കൈമാറ്റം ഉറപ്പിക്കാൻ അവിടെ ബലം പ്രയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് അന്നത്തെ വലിയ വിഷയമായി നിന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ അതുണ്ട്. അതുമായി ചേർന്ന കാര്യങ്ങളാണ് ഇന്നലെ AK ആന്റണി വിശദീകരിക്കുകയും ചെയ്തത്.